ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ ആൻഡ് അനിൽ കപൂർ. ഇത് 3 പേരും കൂടാതെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് വേറെയുണ്ട്. അവരുടെ പേരുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പുതുമുഖങ്ങളൊന്നും അല്ല കേട്ടോ. പുതുമുഖങ്ങളിലുണ്ട്, പക്ഷേ പുതുമുഖങ്ങൾ മാത്രമല്ല. ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവരും ഈ ഒരു സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. അവരുടെ എയർബേസിലൊക്കെയാണല്ലോ ഷൂട്ട് ചെയ്തത്. സോ ടിപ്പിക്കൽ. നൗ എങ്ങനെയുണ്ട് പടം? നിങ്ങൾ ഇപ്പോൾ തന്നെ റിവ്യൂസായി കണ്ടിട്ടുണ്ട്. അടിപൊളി പടം. എന്താ പറയുക, പുരോഗമനം വന്നിട്ടുണ്ട് സിനിമകൾക്ക്. ഇങ്ങനത്തെയുള്ള സിനിമകൾ പത്താൻ, ടൈഗർ ജിന്ദായി, ടൈഗർ ആവക, അങ്ങനത്തെ ഒരു 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 യൂണിവേഴ്സിൽ നിന്ന് മാറി നിന്നിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ടോട്ടലി റിയലിസ്റ്റിക് ആണ്. കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പുൽവാൻ അറ്റാക്ക്, പിന്നെ ബാലിക്കോട്ടിൽ വരുന്ന ആ ഒരു മിസൈൽ ആക്രമണം. സോ അങ്ങനെ 3-4 ഇൻസിഡൻസ് ഇതിലേക്ക് അങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെ ചുറ്റിപ്പറ്റിയൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. സോ എല്ലാതും കഥ പറയുന്നത് എല്ലാം ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് അല്ല. സോ അങ്ങനെ വിചാരിക്കരുത്. കാരണം എനിക്ക് തുടക്കത്തിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു അറ്റാക്ക്, രാത്രി നടന്ന ഒരു ബാലിക്കോട്ട് പറഞ്ഞ സ്ഥലത്താണെന്ന് മിസൈൽ അറ്റാക്ക് കണ്ടപ്പോൾ ഇനി അത് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണോ അതോ അതിനോ ബേസ് ചെയ്തിട്ടാണോ സിനിമ എന്നുള്ളത് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇൻസ്പയർഡ് മാത്രമാണ്. നൗ ടോക്കിംഗ് അബൌട്ട് ദ സിനിമ, 100% ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമകളിൽ പെട്ട ഒന്നാണ്. കാരണം ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് വിശാൽ എന്ന് പറയുന്ന കക്ഷിയാണ് ചെയ്തിരിക്കുന്നത്. പാട്ടുകളെല്ലാം അടിപൊളി. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു എന്താ പറയുക, ഈ ഫൈറ്റർ ജെറ്റ്സൊക്കെ പറന്ന് പോകുമ്പോൾ ആ സോണിക് ബൂം ഉണ്ടല്ലോ, ആ ഒരു ശബ്ദം, ബൂം എന്നൊരു ശബ്ദം, പിന്നെ ഒരു എയർ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദങ്ങളെല്ലാം നല്ല ടോപ്പ്. ഹോളിവുഡിലെ ആ ടോപ്പ് ഗൺ മാവറിക്കിനൊക്കെ വെല്ലുന്ന രീതിയിലുള്ള സീൻസും ഷോർട്ട്സ് ഈ സിനിമയിലുണ്ട്. VFX ആയിരിക്കാം, പക്ഷേ എന്താ പറയുക, ശരിക്കും ഇരുന്ന് കണ്ണ് ജിപ്പിച്ചു. ആൻഡ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇങ്ങനത്തെ സിനിമകളിൽ ഇങ്ങനത്തെ ഷോർട്സൊക്കെ വളരെ കുറവായിരിക്കും. ഒന്നില്ലെങ്കിൽ ക്ലൈമാക്സ് അല്ലെങ്കിൽ എതിരാളിയുമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ്. സോ ഈ സിനിമയിൽ അങ്ങനെയല്ല, കുറച്ചധികം എന്താ പറയുക ഏരിയൽ ഷോർട്സ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫൈറ്റർ ജെറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ കഥ സംസാരിക്കുന്നത് ആസ് യൂഷ്വൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അതാണ് സംസാരിക്കുന്നത്. സോ ആ കാരണം കൊണ്ട് ഈ ഒരു സിനിമ GCC കൺട്രീസിൽ ദുബായ് UAE ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും, മിഡിൽ ഈസ്റ്റിൻ്റെ ബാക്കി എല്ലാ സ്ഥലത്തും ബാൻഡാണ്. കാരണം ആസ് യു നോ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. സോ GCC ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേഷനാണ്. സോ ഒരു കൺട്രീനെ താഴ്ത്തി കെട്ടിയിട്ട് ഒരു സിനിമ ഇറക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല ആസ് യൂഷ്വൽ. കാരണം എന്നറിയാലോ, നമ്മുടെ ഹോളിവുഡ് പടം ഇറക്കുമ്പോൾ അതിൽ നായകൻ USA, വില്ലൻ എപ്പോഴും റഷ്യക്കാർ വരുന്ന പോലെയാണ്. നമ്മുടെ സിനിമകൾ വരുമ്പോൾ നായകൻ ഇന്ത്യയും പിന്നെ വില്ലൻ പാകിസ്ഥാനും. ഈ പാകിസ്ഥാൻ്റെ സിനിമാറ്റിക്കിൽ അവരുടെ സിനിമകൾ നോക്കുമ്പോൾ നേരെ വിപരീതമായിരിക്കും, കാഷ്വൽ. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസായിട്ട് തോന്നുന്നു. കാരണം GCCയിൽ ബോളിവുഡിന് വലിയൊരു സ്ഥാനമുള്ളത്. സോ ഇങ്ങനത്തെ ഒരു പടം അവർ സ്റ്റോപ്പ് ചെയ്ത് ബാൻ ചെയ്തെന്ന് കേട്ടപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നി. എനിവേ പടം ഐ എൻജോയ്ഡ് തുടക്കം മുതൽ അവസാനം. തുടക്കത്തിൽ ഒരു ബിൽഡപ്പ് ഉണ്ട്, ഇൻട്രഡക്ഷൻ സീൻ, എസ്പെഷ്യലി ദീപിക പദുക്കോൻ്റെ ആ ഇൻട്രഡക്ഷൻ. ഫസ്റ്റ് അവരെയാണ് കാണിക്കുക, ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വന്നിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കക്ഷി ആ ഒരു സെയിം സൺഗ്ലാസസ് ഉപയോഗിച്ചത് എനിക്ക് അത്ര ബോറായി തോന്നി. ഇടയ്ക്കായിരുന്നു മാറ്റി കൊടുക്കായിരുന്നു. പിന്നെ ഹൃതിക് റോഷൻ ഇൻട്രഡക്ഷൻ സീൻ ആസ് യൂഷ്വൽ ഇങ്ങനെ പൊക്കി വന്ന് ഫൈറ്റർ ജെറ്റ് വന്ന് ഇറങ്ങി വരുന്ന സീൻ. അനിൽ കപൂർ ഇൻട്രഡക്ഷൻ സീൻ ഒരു മഹീന്ദ്ര സ്കോർപ്പിയോയിൽ വന്ന് ഇറങ്ങുന്ന സീൻ. അതെന്താണ് അങ്ങനെ ആക്കിയത്? അല്ലെങ്കിൽ വേറെ വണ്ടി കൊടുക്കായിരുന്നില്ലേ? ഈ തുടക്കത്തിൽ മുതൽ അവസാനം വരെ ഇതിൽ ഉപയോഗിക്കുന്ന വണ്ടികൾ മഹീന്ദ്ര, കാർ ആണെങ്കിൽ മഹീന്ദ്ര സ്കോർപ്പിയോ ഐറ്റംസ്, ബൈക്കാണെങ്കിൽ റോയൽ എൻഫീൽഡ്. മൊത്തം ഈ 2 മാത്രമേ ഉള്ളൂ ഇതിൽ. കൊള്ളാം, അതിൻ്റെ 2 കമ്പനീസും അടിപൊളി തന്നെയാണ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ്, ഒരു ഫ്രാഞ്ചൈസിയുടെ ആദ്യത്തെ ഭാഗമാണ് ഈ ഒരു സിനിമ. ഫൈറ്റർ 2 എന്ന് പറഞ്ഞ സിനിമ അടുത്തത് ഇനി സ്ക്രിപ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈറ്റർ 3 അടുത്തത് വരും. സോ എന്നാ വരും എന്നുള്ളത് പറഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ ഡയറക്ടർ ആനന്ദ് ഇപ്പോൾ ടൈഗർ വേഴ്സസ് പത്താൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. സോ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് തിരിയുള്ളൂ എന്ന് വാർത്തയുണ്ട്. ടൈഗർ വേഴ്സസ് പത്താൻ പറയേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്.
സോ അത്രയ്ക്ക് തന്നെ പടം അടിപൊളി തന്നെയാണ്. ബട്ട് ഐ റിമൈൻഡ് യു വൺസ് അഗൈൻ, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് എ ബ്ലഡി മസ്റ്റ്. സൗണ്ട് എഫക്ട്സ്, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, രക്ഷയില്ല. പാട്ടുകളെല്ലാം നല്ല കേൾക്കാൻ രസമുള്ളത് തന്നെയാണ്. ആൻഡ് സിനിമയിൽ ഉടനീളം ഒരു ഡിപ്പ് തോന്നിയത് ഇതിൽ ഹൃതിക് റോഷൻ്റെ ക്യാരക്ടർ കോർട്ട് മാർഷലിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈദരാബാദിലേക്ക് പോകുന്ന ഒരു സീനുണ്ട്. ആൻഡ് ഹീ കംസ് ബാക്ക് ടു ജമ്മു. സോ ഹൈദരാബാദിൽ നടക്കുന്ന ആ ഒരു സീക്വൻസ്, ഒരു ഷോർട്ട്സ്, ഒരു കഥ പറിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ഇറ്റ് വാസ് ഇൻ നെസസറി എന്ന് എനിക്ക് തോന്നി. എനിവേ ഇഷ്ടപ്പെട്ടു പടം. ആൻഡ് ക്ലൈമാക്സ് സീനിലും ഒരു ഇഷ്ടപ്പെടാത്തൊരു സീൻ, ലോജിക്കലി ചിന്തിക്കുമ്പോൾ മനസ്സിലാകാത്തൊരു സീൻ. ഹൃതിക് റോഷൻ, അനിൽ കപൂറും കൂടി ഫൈറ്റർ ജെറ്റിൽ പാകിസ്ഥാൻ്റെ റെഡ് നോസ് എന്ന് പറയുന്ന പൈലറ്റിൻ്റെ പിന്നാലെ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ എന്താ പറയുക വാൾട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിൽ പാകിസ്ഥാൻ്റെ പൈലറ്റിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ എതിരാളി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പ്ലെയിന് അവരുടെ പ്ലെയിനിൽ പോയി ക്രാഷ് ചെയ്യിപ്പിക്കണം. ഐ മീൻ ദാറ്റ് വാസ് നെസസറി. ഹൃതിക് റോഷൻ ഓടിക്കുന്ന ആ ഫൈറ്റർ ജെറ്റ് ഓൾറെഡി ബുള്ളറ്റ്സും മിസൈൽസും എല്ലാം ഉണ്ട്. ലൈക്ക് ഹീ ഈസ് എക്യുപ്ഡ്. മറ്റവൻ്റെ കയ്യിലാണെങ്കിൽ തീർന്ന്. എന്നിട്ടും ഇതുകൊണ്ട് ക്രാഷ് ചെയ്യിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് എ ഫാൻ മൂമെൻറ്റ്. ഫാൻസിനൊന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്ത സീനാണെന്ന് തോന്നുന്നത്. അത്രയ്ക്ക് തന്നെ ഫീൽ ചെയ്തേ ഉള്ളൂ. പക്ഷെ എന്തോ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. റിയലിസ്റ്റിക്കലി അങ്ങനത്തെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ജസ്റ്റ് തിങ്ക്, ആ ഒരു പ്ലെയിന് നല്ല വിലയുണ്ട്. 500, 1000, 1500 ക്രോസ് ആണ് ഒരു പ്ലെയിൻ്റെ വിലയൊക്കെ വരുന്നത്. പോരാതെ തന്നെ ഇന്ധനം ഇത് വാങ്ങിക്കാനുള്ള കാശ് നമ്മളെപ്പോലുള്ള കോമൺ മൈൻഡ് എന്ന് വലിച്ചുണ്ടാക്കുന്നുണ്ട്. ടാക്സ് പേയേഴ്സ് പേ ചെയ്ത മണി. സോ അതിങ്ങനെ പുല്ല് വില കൽപ്പിക്കുന്ന പോലെ ആകാശത്ത് പോയിക്കൊണ്ട് ഇടിച്ച് മിസൈൽസും കണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതും പോരാത്ത കൊണ്ട് ഇടിക്കുക. അനിൽ കപൂർ എടുത്ത് നൈസായിട്ട് ഞാൻ ഇടിക്കാൻ പോവാണ്, സീറ്റൊക്കെ വലിച്ചു എന്ന് പറഞ്ഞ് രണ്ടുപേര് വലിച്ച് പുറത്തേക്ക് ചാടുന്ന സീനുണ്ട്. കൂടുതൽ വലിയ സ്പോയിലേഴ്സ് ആക്കുന്നില്ല. ക്ലൈമാക്സ് ആകുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കാണാമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കും. ദാറ്റ് വാസ് നെസസറി എന്നൊരു തോന്നി. ബട്ട് ഇറ്റ് ഡിഡൻറ്റ് എഫക്ട് ദി ഓവറോൾ സിനിമ. പിന്നെ ക്ലൈമാക്സ് സീനിൽ 8 അവസാനം ഇവർ തമ്മിൽ അവിടെ ഇറങ്ങി വരുന്ന ആഘോഷം, ആർപ്പ് വിളി, അതും വേണ്ടായിരുന്നു. തുടക്കം മുതൽ ആ ഹൈദരാബാദ് സീൻ വരെ, പിന്നെ ഇവർ ആകാശത്ത് നടക്കുന്ന ആ ഒരു ഫൈറ്റ് അടിപൊളി. ഇതും ഹൈദരാബാദ് സീനും ആ ക്ലൈമാക്സിൽ ആഘോഷം മാത്രം ദഹിച്ചില്ല. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. വൺ ഹെക്ക് ഓഫ് എ സിനിമ തന്നെയാണ്. ആൻഡ് ദിസ് ചലഞ്ചസ് ടോപ്പ് ഗൺ മാവറിക്. എനിക്കങ്ങനെ ഒരു ഫീൽ തോന്നി. ആൻഡ് ഐ എം ഗ്ലാഡ് ബോളിവുഡ് ആ ഒരു നിലവാരത്തിലേക്ക് കയറിയിട്ടുണ്ട്. എന്താ പറയുക, ഫാനിന് വേണ്ടി ഇറക്കാവുന്ന ഒരു ടൈഗർ അല്ലെങ്കിൽ പത്താൻ പോലുള്ള സിനിമ ആക്കാതെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ, പിന്നെ ഒരു സിനിമ ആംഗിളിൽ ഒരു സിനിമാറ്റിക് അപ്രോച്ച് ഒരു ഷോർട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഇവർ സ്റ്റഡി ചെയ്യുന്ന അക്കാഡമിയിൽ ഇരിക്കുന്ന ക്ലാസ് റൂം സീൻസ്, പിന്നെ പുറത്ത് ആ ഹെയർ ഹാങ്ങറിലിരിക്കുന്ന സീൻസ്, പിന്നെ ഇവർ ആ ഫൈറ്റർ ജെറ്റ് ഓടിക്കുന്ന സീൻസ്, ഹെലികോപ്റ്റർ ഓടിക്കുന്ന സീൻസ് എല്ലാം, ട്രെയിനിങ് സീൻസ് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സോ ഗൈസ്, വീഡിയോ ലെങ്ത് കൂടുകയാണ്. സോ ഐം വൈൻഡിങ് അപ്പ്. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, എനിക്ക് തോന്നാൻ വരെ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത സിനിമ ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ബട്ട് സ്റ്റേ ട്യൂൺഡ്, ഐ വിൽ ബി കമ്മിങ് ബാക്ക്. പോരുത്.